ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു പുതിയ സ്പോട്ടിൽ ലഞ്ച് കഴിക്കാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്പോട്ടിൻ്റെ പേര് ട്രിവിയൻസ് ഫുഡ് കോർട്ട്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആനേറയിലാണ് കേട്ടോ, ട്രിവാൻഡ്രത്ത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ലഞ്ച് ടൈമിന് അവിടെ ഒരുപാട് തിരക്കായിരുന്നു, നമുക്ക് തന്നെ സീറ്റ് കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സീറ്റിലിരുന്നു മെനു ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവിടെ മീൽസാണ് നമ്മളവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഓർഡർ കേട്ടോ. അപ്പോൾ ചെറുക്കുട്ടി കുറച്ച് പ്രശ്നമായിരുന്നു. അവനിങ്ങനെ ഈ ചെവിയിൽ നമ്മളിങ്ങനെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം അവനെ സോപ്പിട്ട് കുറച്ച് നേരം ഹാൻഡിൽ ചെയ്തു. പിന്നെ ഞാൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പ്. അത് ഭയങ്കര ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. സൂപ്പ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഉപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് അധികം കുടിക്കാനായിട്ട് പറ്റില്ല, ഭയങ്കര ഉപ്പായിരുന്നു. ഞാൻ പൊതുവേ ഉപ്പ് കഴിക്കുന്ന ഒരാളാണ്, എന്നാൽ എനിക്ക് പോലും താങ്ങാൻ പറ്റാത്തൊരു ഉപ്പായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സൂപ്പ് അത്രയ്ക്ക് കഴിച്ചില്ല. ജസ്റ്റ് അവർ തലവേദന മാറാൻ വേണ്ടിയിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുടിച്ച് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഷ് കറി മീൽസാണ്. അതിൻ്റെ കൂടെ പ്രോൺസ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രാബ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോൺസ് ബിരിയാണി, സ്ക്വിഡ് ബിരിയാണി. ഇതാണ് നമ്മുടെ മീൽസ് കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പം മീൽസിൽ അവിയൽ വരുന്നുണ്ട്, സാമ്പാർ വരുന്നുണ്ട്, ഞാൻ ഓരോ കറി കാണിക്കാൻ കേട്ടോ. നാരങ്ങ അച്ചാർ വരുന്നുണ്ട്, പിന്നെ എന്താണ് രസമാണ്, ഇത് പുളിശ്ശേരിയാണ്, എല്ലാ കറികളും ഉണ്ട് കേട്ടോ, പരിപ്പാണ്, എല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ്. ചോറും കുറച്ചാണ് കേട്ടോ. ഇത് തൈരാണ് കേട്ടോ, മോരിന് വേണ്ടിയിട്ട്, മോരിനെ റീപ്ലേസ് ചെയ്യാൻ കട്ടിത്തൈരാണ്. പിന്നെ മീൻ കറി, പിന്നെ തോരനുണ്ട്, കിച്ചടി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെയും വേറൊരു മീൻ കറിയും കൂടെ അതിൽ വരുന്നുണ്ട്. പിന്നെ കക്ക തോരനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, കാരണം ഇത്രയും കറി കൂട്ടി കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും വയറ് വീർക്കും. പക്ഷെ കറക്റ്റായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് ചോറെന്ന് തോന്നും, പക്ഷേ കഴിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ കഴിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് വയറ് വീർക്കും. പിന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചോറിന്. ഇത്രയും കറി കൂട്ടി കഴിക്കാനായിട്ട് ചോറ് മതി, അത്രയും കറക്റ്റായിരുന്നു. അപ്പോൾ എല്ലാ കറികളും ഒഴിച്ചിട്ടേ ആദ്യം പരിപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചത്. പരിപ്പും പപ്പടവും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു. പരിപ്പായിക്കോട്ടെ, സാമ്പാറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളവിടെ ഇരുന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നതും ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്നതും മീൽസാണ്. അപ്പം അത് ഭയങ്കര ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉച്ചയ്ക്ക് നമുക്ക് തോന്നി. പിന്നെ ഈവനിങ് ഒക്കെയാണ് കുറച്ചും കൂടെ വെറൈറ്റി സൂപ്പൊക്കെ അവൈലബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് മെനു കാർഡായിട്ടൊന്നും അങ്ങനെ തന്നില്ല. എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ബിരിയാണിയിൽ ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, നെയ്മീൻ്റെ ഉണ്ട്, സ്ക്വിഡ് ഉണ്ടെന്ന് പറഞ്ഞു. മട്ടൺ അങ്ങനെയൊന്നുമില്ല. പിന്നെ ബാക്കി മെനു കാർഡിൽ നോക്കിയിട്ട് പറയേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈവനിങ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. കൊണ്ടുവന്നിന്ന് കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടേ ചെറിയ ബേബിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ട് അവൻ മിണ്ടാണ്ടിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു. പൊതുവേ അങ്ങനെ ഇപ്പോൾ അവനെ ഹോട്ടൽസിൽ പുറത്ത് അങ്ങനെ ഒരിടത്തും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അതിനെടുത്ത് ഇതിനെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഭയങ്കര പാടാണ് അവനെ മാനേജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇത്തവണ എന്തോ പോയപ്പം മിണ്ടാണ്ടിരുന്നു. നമ്മൾ പാട്ട് വെച്ച് കൊടുത്തു. അവൻ ഈ മഞ്ചാടി, പൂപ്പി ആ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കേട്ട് അങ്ങനെ ഫുഡും കഴിച്ച് മിണ്ടാണ്ടിരുന്നു. അങ്ങനെ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഒരാൾ കഴിച്ച് കഴിഞ്ഞ് ഒരാൾ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്ത് അങ്ങനെയാണ്. പായസം വരെ മീൽസ് അങ്ങനെ സൂപ്പറായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ സ്ക്വിഡ് ബിരിയാണിയിലോട്ട് വരാം. ഫസ്റ്റ് ടൈമാണ് സ്ക്വിഡ് ബിരിയാണി ട്രൈ ചെയ്യുന്നത്. മസാല എല്ലാത്തിനും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മലബാർ സ്റ്റൈൽ ബിരിയാണി സ്റ്റൈലാണ് കേട്ടോ. മസാലയും റൈസും സെപ്പറേറ്റ് ആയിട്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് സെർവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്ക്വിഡിൻ്റെ പീസസ് ഉണ്ടായിരുന്നു, മസാല ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള സ്ക്വിഡാണ്. ഒരു റബ്ബറി ഫീലൊന്നും തോന്നിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഊഴം പ്രോൺസ് ബിരിയാണിയാണ്. ഞാൻ പൊതുവെ പ്രോൺസ്, ക്രാബിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ്. എനിക്ക് ഈ ഷെൽ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്രോൺസ് ബിരിയാണിയുടെ പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയെടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കി. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കമ്പാരിറ്റീവ്ലി സ്ക്വിഡിനേക്കാളും കുറച്ച് മസാല ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് പ്രോൺസ് ആണ്. എൻ്റെ ബ്രദറിന് കഴിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. സ്ക്വിഡും കൊള്ളില്ല എന്നല്ല, സ്ക്വിഡ് ബിരിയാണി കൊള്ളാം, പ്രോൺസ് ബിരിയാണി കൊള്ളാം, മീൽസും കൊള്ളാം. ആകപ്പാടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്തത് സൂപ്പിൽ മാത്രമാണ് കേട്ടോ. പിന്നെ പ്രോൺസിന് അത്യാവശ്യം വലിയ പീസസൊക്കെയാണ് അവർ
അവരിട്ടിരിക്കുന്നത് എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സലാഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ. ഇത് പ്രോൺസ് ഫ്രൈ, ഇതൊരു മസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നല്ല വലിയ പ്രോൺസിൻ്റെ പീസസൊക്കെയാണ് ഓണിയൻ്റെ കൂടെ ട്രൈ ചെയ്യാനായിട്ട്. ഭയങ്കര ഓവറായിട്ട് ഫ്രൈ ചെയ്യാത്ത ഒരു തവ ഫ്രൈ ആണെന്ന് തോന്നുന്നു. നല്ല മസാല ആയിരുന്നു കേട്ടോ. ഇത് ക്രാബ് റോസ്റ്റ് ആണ്. അപ്പം ഒരു വലിയ ഹോട്ടൽ ടൈപ്പ് ക്രാബ് റോസ്റ്റ് പ്രിപ്പറേഷൻ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ഈ കുഞ്ഞു നാടൻ തട്ടുകടയിൽ നിന്നൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റിൽ. നല്ലതായിരുന്നു. എന്നാലും എനിക്ക് ആ കുഞ്ഞു തട്ടുകടയിലെ ക്രാബ് റോസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ബേബിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ ഞാൻ കൊടുത്തു. അവൻ കഴിച്ചു, നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്, നല്ല ആംബിയൻസും ആണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ പോയി. നമ്മുടെ ചെറിയ ബേബിക്ക് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. ആൾ കുറച്ച് കുഴപ്പമില്ലാതെ ചെറുതായിട്ട് കരഞ്ഞെങ്കിലും കുറച്ച് കൂളായിട്ട് മിണ്ടാണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ചിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റാ.